കലാ കായിക മേഖലയുടെ വളർച്ചയ്ക്കാവശ്യമായ നിർദ്ദേശങ്ങൾ, യാത്രാക്ലേശം, പൊതു ശൗചാലയങ്ങൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ, വയോജന സംരക്ഷണ സംവിധാനങ്ങൾ, ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ, അവയുടെ കാര്യക്ഷമത, മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ, കുടുംബശ്രീ പ്രവർത്തനം, തൊഴിലുറപ്പ് മേഖലയിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ സാമൂഹ്യ ജീവിതത്തിലെ വ്യത്യസ്ത പ്രശ്നങ്ങൾ പഠിച്ച് സമഗ്രമായ റിപ്പോർട്ടായിരിക്കും തയ്യാറാക്കുക. 2026 മാർച്ച് 31 പഠന റിപ്പോർട്ട് തയ്യാറാക്കി പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിക്കാൻ കഴിയും വിധമാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ജനകീയ പങ്കാളിത്തത്തോടെ നവകേരളം പടുത്തുയർത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരിശ്രമത്തിന് കൂടുതൽ ആക്കവും ദിശാബോധവും സമ്മാനിക്കാൻ ഈ പഠന പരിപാടിക്ക് സാധിക്കും. തങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ആശയങ്ങളും സർക്കാരിലേക്ക് എത്തിക്കാനും നവകേരള സൃഷ്ടിയിൽ പങ്കുചേരാനും ഈ നാട്ടിലെ ഓരോ പൗരനും അവസരം നൽകാനും ഇതിലൂടെ കഴിയും. അതുകൊണ്ട് കേരള സമൂഹത്തിൻ്റെ ആകെ സക്രിയവും സർഗാത്മകവുമായ പങ്കാളിത്തം പഠന പരിപാടിയുടെ വിജയത്തിന് അനിവാര്യമാണ്. സന്നദ്ധ സേനയുടെ ഭാഗമാകാൻ കൂടുതൽ ആളുകൾ കടന്നു വരേണ്ടതുമുണ്ട്. അതിനായി എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. സർക്കാരും ജനങ്ങളും കൈകോർത്ത് കേരളത്തിൻ്റെ ഐശ്വര്യപൂർണമായ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അത് ഉറപ്പുവരുത്താൻ നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം സഹായകമാകും.